സഖ്യം എന്നാൽ എന്താ? ഒറ്റക്കെട്ടായിരിക്കുക. പക്ഷേ ഇന്ത്യ മുന്നണിക്ക് അതൊന്നും ബാധകമല്ല. ഇത് ഒരു പാർട്ട് ടൈം മുന്നണി എന്ന് തന്നെ പറയേണ്ടി വരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ട്, എന്നാൽ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ മുന്നണിയിലുള്ളവർ തമ്മിൽ തല്ലും. കേരളത്തിലെ കാര്യമാണെങ്കിൽ പിന്നെ പറയാനേ ഇല്ല. നിയമസഭയിലെ പോര് കണ്ടാൽ ഇവർ എന്തിനാണ് ഇന്ത്യ മുന്നണിയിൽ ഒന്നിച്ചത് എന്ന് തോന്നിപ്പോകും. ലോക്സഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ഉള്ളതിനേക്കാൾ വലിയ പോരാണ് ഒരേ മുന്നണിയിലുള്ളവർ നിയമസഭകളിൽ നടത്തുന്നത്. കേരളം കഴിഞ്ഞ് ഡൽഹിയിലും ഹരിയാനയിലും നോക്കിയാൽ അവിടെ ആം ആദ്മിയും കോൺഗ്രസും ശത്രുക്കൾ. ഡൽഹിയിലും ഹരിയാനയിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാവില്ല എന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് അറിയിച്ചു. എന്നാൽ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യം ഒന്നിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം ഉണ്ടാവില്ല എന്ന് ആം ആദ്മി പാർട്ടി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ 7 സീറ്റുകളിലും ആപ്പും കോൺഗ്രസും ഒന്നിച്ചായിരുന്നു മത്സരിച്ചത്. എന്നാൽ ഒരിടത്ത് പോലും സഖ്യം വിജയിച്ചില്ല. 7ഇടത്തും BJPക്കായിരുന്നു ജയം. ഒന്നിച്ചു നിന്നിടത്ത് ജയിക്കാത്തിടത്താണ് ഇനി രണ്ടായി നിൽക്കുമ്പോൾ. രാഹുൽ ഗാന്ധി ആകട്ടെ ഇങ്ങനെ ഒരു മുന്നണിയുടെ നേതാവായി തൃശങ്കു സ്വർഗത്തിലുമാണ്. ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന കുറെ സഖ്യകക്ഷി MP-മാരും. ഇതിനെയെല്ലാം കൂടെ എത്ര കാലമാണ് രാഹുൽ ഒരു കുടക്കീഴിൽ കൊണ്ടു നടക്കുക? സഭയിൽ സർക്കസ് പ്രകടനമാണെന്ന് ട്രോളന്മാർ വിളിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ.